സൂസൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. സാധനങ്ങൾ ഞാൻ ബീഫ്, ഇതൊരു 3/4 കിലോ ബീഫുണ്ട്. ഇവിടെ ഇട്ട് കുക്കറിൽ വെച്ച് വേവിച്ച് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുത്താണ്. ഇത് ഇറച്ചി ഒത്തിരി അരഞ്ഞു പോകരുത്. പിന്നെ അതിൻ്റെ പകുതി, 1 കിലോ ബീഫ് എടുക്കുന്നെങ്കിൽ 1/2 കിലോ പൊട്ടറ്റോ മതി. ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവാള അരിഞ്ഞത്, ഇതൊരു സവാള അരിഞ്ഞത്, കുറച്ച് കരിയാപ്പില, പിന്നെ പച്ചമുളക് നമ്മുടെ എരിക്കനുസരിച്ച്, പിന്നെ ഇഞ്ചി കുത്തി അരിഞ്ഞത്. ഇത്രയും വേണം നമുക്ക്. ഇത് മീൻ മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ഇനി നമുക്ക് പാൻ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് കത്തിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ തൊട്ട് ആദ്യം നമുക്ക് ഇഞ്ചി അങ്ങോട്ട് ഇടാമേ. ഒരു സ്വല്പം വഴന്ന് കഴിയുന്ന തന്നെ സവാള അരിച്ചത് അങ്ങോട്ട് ഇട്ടു. പച്ചമുളകും കരിയാപ്പിലയും, ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്വല്പം ഉപ്പിട്ട് കൊടുത്ത് ഒരുമാതിരി നല്ലതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടിടാം. പൊട്ടറ്റോ നമ്മൾ പിന്നെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അങ്ങോട്ടിട്ട് ഇതുമായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ മറന്നുപോയി. മീറ്റ് മസാല, 1 സ്പൂൺ മീറ്റ് മസാല. അത് ഈ പൊട്ടറ്റോ ഇടുന്നതിൻ്റെ മുമ്പേ ഇടണമായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. അപ്പം ഇനി നമ്മുടെ ബീഫ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബീഫ് അങ്ങോട്ട് ചേർക്കും. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പുണ്ടോന്ന്. ഇനി കുരുമുളക് പൊടി ഇച്ചിരി ഏറെ കുരുമുളക് പൊടി വേണേ. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുമുളകിൻ്റെ രുചി ഒരു ശകലം കയറി നിൽക്കണം. നല്ലതായിട്ടൊന്ന് യോജിച്ചു. ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലതായിട്ട് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അത്രയും കണ്ടിട്ട് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് പോരാം. പാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പിന്നെ കട്ട്ലേറ്റ് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടതാണ്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതിന് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. ചൂടാണ്. സൂപ്പറാണ്. ഞാൻ എല്ലാവരും കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.